21 സാധനങ്ങളുടെ വാങ്ങിയ വില 18 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമായ ലാഭ ശതമാനം എത്ര? അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ലാഭ ശതമാനം എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ സാധാരണ ലാഭ ശതമാനം കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഈ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ലാഭ ശതമാനം കണ്ടുപിടിക്കുന്നത്. എന്നാൽ ഇവിടെ നോക്കിയേ, ഈ ഒരു ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വാങ്ങിയ വിലയും വേണം, വിറ്റ വിലയും വേണം. ചോദ്യത്തിൽ വാങ്ങിയ വിലയെ പറ്റിയോ വിറ്റ വിലയെ പറ്റിയോ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. ആകെപ്പാടെ എന്ത് ഡേറ്റയെ നമുക്കുള്ളൂ? 21 സാധനങ്ങളുടെ വാങ്ങിയ വില 18 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യം. ഈ ഒരു ഡേറ്റ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ഡേറ്റ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ലാഭ ശതമാനം കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല. ഇതിന് 2 മെത്തേഡ് ഉണ്ട്. ഒരു ഫോർമുല മെത്തേഡും മറ്റൊരു മെത്തേഡും. നമ്മൾ ഫോർമുല മെത്തേഡിലോട്ട് ഒന്നും പോകുന്നില്ല. 3 സിമ്പിൾ സ്റ്റെപ്പ് വെച്ച് നമ്മൾ ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കും. ഓക്കെ അല്ലേ? എടാ ആദ്യം നോക്കിയടാ, ഇങ്ങനെ എടുത്ത് എഴുതുക. അതായത് 21 സാധനങ്ങളുടെ വാങ്ങിയ വില എന്തിനു തുല്യമെന്ന് പറയുന്നുണ്ട്? 18 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യമെന്ന് പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇങ്ങനെ എടുത്ത് എഴുതാൻ എല്ലാവർക്കും അറിയാമല്ലോ. 21 സാധനങ്ങളുടെ വാങ്ങിയ വില 18 സാധനങ്ങളുടെ വിറ്റ വിലയ്ക്ക് തുല്യം. നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ 2 സംഖ്യകളും തമ്മിലുള്ള വ്യത്യാസം എടുത്ത് എഴുതുക. 21ഉം 18 തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 21ഉം 18 തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം 3 ആണ്. ക്ലിയർ അല്ലേ? നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഈ 3 അല്ലെങ്കിൽ ഈ വ്യത്യാസം ഡിവൈഡഡ് ബൈ ഛേദത്തിൽ എന്താ വരുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒരു മോഡൽ ചോദ്യത്തിൽ ഛേദത്തിൽ എപ്പോഴും വരുന്നത് വിറ്റ സാധനങ്ങളുടെ എണ്ണമായിരിക്കും. ഇവിടെ 18 സാധനങ്ങളുടെ വിറ്റ വിലയാണ് തന്നിരിക്കുന്നത്. അതായത് വിറ്റ സാധനങ്ങളുടെ എണ്ണം 18. അപ്പോൾ ഛേദത്തിൽ എന്താ വരുന്നത്? 18. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പ് വേറെ ഒന്നുമില്ല. നമുക്ക് ഉത്തരം ശതമാനത്തിലാണ് വേണ്ടത്. അതുകൊണ്ട് ഒരു ഇൻറ്റു 100 കൂടെ കൊടുക്കുന്നു. ഇത് ഇക്വേറ്റ് ചെയ്താൽ നമ്മുടെ ഉത്തരമായി. ഇതാ 3ഉം 18ഉം വെട്ടാലോ? ഒരു 3 3 6 3 18. 6ഉം 100ഉം 2 വെച്ച് വെട്ടാം. 3 100ൻ്റെ പകുതി 50. നമുക്ക് ബാക്കി എന്തുണ്ട്? 50 ഡിവൈഡഡ് ബൈ 3 ഹരിക്കാമല്ലോ. 50 ഭാഗം 3. ഒരു 3 3 ശിഷ്ടം 2 0 ഇറക്കുന്നു. 6 5 3 15 6 3 18 ശിഷ്ടം 2. ഇനി ഇതിനെ ഒരു മിശ്രഭിന്ന രൂപത്തിൽ എഴുതിയാൽ നമ്മുടെ ഉത്തരമായി. ഈക്വൽ ടു ഹരണഫലം പൂർണ്ണസംഖ്യയായിട്ട് എഴുതുന്നു. ശിഷ്ടം അംശത്തിലും ഏത് സംഖ്യ കൊണ്ടാണോ ഡിവൈഡ് ചെയ്തത് അത് ഛേദത്തിൽ എഴുതുന്നു. നമ്മുടെ ഉത്തരം 16 2/3 ശതമാനം. ഓപ്ഷൻ സി.